ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഒരു റെസിൻ ക്ലോക്ക് ഉണ്ടാക്കി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്നും പിന്നെ അതിൽ എനിക്ക് കുറേ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയെന്നുമാണ് ഈ വീഡിയോയിലുള്ളത്. സോ നമുക്ക് ക്ലോക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം സർക്കിൾ ഷേപ്പിൽ സെൻറ്ററിൽ ഹോളൊക്കെ ഉള്ള ഒരു MDF ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബോർഡ് ഫുള്ളായിട്ട് വൈറ്റ് അക്രിലിക് പെയിൻറ് വെച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏത് കളറാണോ റെസിൻ ചെയ്യാൻ പ്ലാൻ ചെയ്തതുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ബേസ് കൊടുക്കേണ്ടത്. വൈറ്റോ പേസ്റ്റൽ കളേഴ്സൊക്കെയാണ് നമ്മളെ വർക്ക് എന്നുണ്ടെങ്കിൽ വൈറ്റ് അക്രിലിക് പെയിൻറ്റോ അല്ലെങ്കിൽ വൈറ്റ് ഗെസ്സോയോ യൂസ് ചെയ്യാം കേട്ടോ. പെയിൻ്റൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ വെക്കേണ്ട നമ്പേഴ്സൊക്കെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഡിസൈൻ ഒന്ന് വരച്ചു നോക്കാനാണ്. ഞാൻ റോമൻ നമ്പേഴ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി നമ്പേഴ്സൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റോൺസ് ഒക്കെ വരുന്നതുകൊണ്ട് ഏത് പൊസിഷനിൽ വരണം എന്നൊന്ന് മാർക്ക് ചെയ്യാനാണ്. ഇനി നമുക്ക് റെസിനോണ്ടുള്ള പണി തുടങ്ങാം. ഇവിടെ നിന്നാണ് എൻ്റെ മിസ്റ്റേക്സ് ഒക്കെ വരുന്നത്. എൻ്റെ അടുത്ത് റെസിൻ യൂസ് ചെയ്യണ പിഗ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അക്രിലിക് പെയിന്റ് യൂസ് ചെയ്തിട്ടേനി ഞാൻ അതൊക്കെ ചെയ്തത്. അതിലാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. സംഭവം എന്താ വെച്ചാൽ വൈറ്റ് കളറിന് വേണ്ടിയിട്ട് നോർമൽ ബോട്ടിൽ വരുന്ന അക്രിലിക് പെയിന്റ് ആണ് ഞാൻ യൂസ് ചെയ്തത്. ബട്ട് ബ്രൗൺ കളർ ആവശ്യം വന്നപ്പോൾ ട്യൂബിലുള്ളതാണ് ഞാൻ യൂസ് ചെയ്തത്. അതിനെന്താന്നല്ലേ, അത് റെസിനായിട്ട് മിക്സ് ആയില്ല. ഇനി അടുത്ത മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ കുറച്ച് ഗോൾഡൻ സ്റ്റോൺസ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ സ്റ്റോൺസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് റെസിന് മിക്സ് ആക്കിയിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. അപ്പൊ മിസ്റ്റേക്ക് അത് തന്നെയാണ്. റെസിന് ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി. അപ്പൊ ഇനി ഈ ബോർഡ്ക്ക് റെസിന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഈ ബോർഡ് ഒന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടി അടിയിൽ എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കുക. ഞാനൊരു 3 ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡിസൈൻ പ്രകാരം ഈ ലൈൻസ് വരച്ചു കൊടുത്ത് ഈ സ്റ്റോൺസിന്റെ മിക്സ്ചർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് എനിക്ക് എന്റെ മിസ്റ്റേക്ക് മനസ്സിലായത്. കാരണം റെസിന് ഒലിച്ചു പോകാൻ തുടങ്ങി. എന്തായാലും അത് അത്ര പ്രശ്നം തോന്നിയില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റോൺസ് വെച്ചു കൊടുക്കുമ്പോൾ കുറെ അധികം പൊങ്ങി നിൽക്കാൻ മാത്രം വെച്ചു കൊടുക്കാതിരിക്കുക. കാരണം നീഡിൽ വെക്കുമ്പോൾ നീഡിലവിടെ സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ആ മിസ്റ്റേക്കും എനിക്ക് ലാസ്റ്റാണ് മനസ്സിലായത്. അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ചുള്ള നീഡിൽ വാങ്ങിയാൽ മതി. 18mm എങ്ങാനും വാങ്ങിച്ചാൽ അത് വലിയ സീനില്ല എന്നാ തോന്നുന്നത്. ഇനി അടുത്തത് റെസിന് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഫുള്ള് വൈറ്റ് കൊടുത്തിട്ട് ലൈനിന്റെ അപ്പുറത്തുള്ള സൈഡ് പോർഷൻസിൽ വൈറ്റിലൂടെ ബ്രൗൺ ലൈൻസ് കൊടുക്കാന്നേ ആദ്യത്തെ പ്ലാൻ. ബട്ട് നമ്മളെ ബ്രൗണ് പാളിപ്പോയില്ലേ. സോ ചെറുതായിട്ട് ഞാൻ പ്ലാൻ ഒന്ന് മാറ്റി. എന്നോടാ കളി എന്താ ചെയ്തെന്നല്ലേ. ആ ബ്രൗൺ മിക്സ്ക്ക് വൈറ്റ് റെസിൻ മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ചെറിയൊരു കാരമൽ കളർ കിട്ടി. അത് മതി. ഇനി 2 സൈഡ് പോർഷൻക്കും അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ശേഷം മാർബിൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടി കൈകൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. മിസ്റ്റേക്സ് വന്നാലെന്താ, സാധനം അടിപൊളിയായില്ലേ. ഇതോടെ റെസിനോണ്ടുള്ള പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 24 hours ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കുക. ഡ്രൈ ആക്കാൻ വെക്കുമ്പോൾ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കവർ ചെയ്യാൻ നോക്കുക. കാരണം ഇന്റത് ഡ്രൈ ആയോ എന്ന് വന്ന് നോക്കിയപ്പോ 2 ഈച്ചനെ കിട്ടി. അത് സ്റ്റോണമലായതുകൊണ്ട് വർക്ക് കൊള്ളായില്ല. ഡ്രൈ ആയതിനു ശേഷം നമ്പേഴ്സ് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തത്. സ്റ്റോണ് കൂടി പോയതുകൊണ്ട് തന്നെ നമ്പറിന്റെ പൊസിഷനൊക്കെ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു. അപ്പൊ നമ്മളെ ക്ലോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിസ്റ്റേക്കുകളൊക്കെ കുറെ ഉണ്ടെങ്കിലും കാണാൻ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ക്ലാസി ലുക്കൊക്കെ ഉണ്ടേനി. എന്റെ ആദ്യത്തെ റെസിൻ വർക്ക് തന്നെ ഇത്രയൊക്കെ അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലോക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ഒക്കെ വേണ്ടിയെന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.